ഇത് OnePlus പുറത്തിറക്കിയ അവരുടെ ബഡ്സ് പ്രോ എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. ഇത് പിന്നീട് പുറത്തിറക്കിയ OnePlus ബഡ്സ് പ്രോ 2. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് OnePlus പുറത്തിറക്കിയിരിക്കുന്ന OnePlus ബഡ്സ് 3. അപ്പോൾ പേരിനകത്ത് നിന്ന് OnePlus ബഡ്സ് 3യുടെ കാര്യത്തിൽ പ്രോ ഒഴിവാക്കി. ഈ ഒരു പ്രോ പോയതോടുകൂടി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കുറെ അഫോർഡബിൾ ആയി മാറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ബഡ്സ് പ്രോ 2ന്റെയൊക്കെ വില ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 രൂപയ്ക്ക് പുറത്തായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അതായത് ബഡ്സ് 3 നമുക്ക് 4,499 രൂപയ്ക്ക് ബാങ്ക് ഓഫർ സഹിതം വാങ്ങാൻ സാധിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഒരുപാട് സൗണ്ട് ക്വാളിറ്റിയിലോ ഫീച്ചേഴ്സിലോ വിട്ടുവീഴ്ച ഒട്ട് ചെയ്തിട്ടുമില്ല. വയർലെസ് ചാർജിംഗ് പോലുള്ള ചുരുക്കം ഫീച്ചറുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് OnePlus ബഡ്സ് 3 ഈ ഒരു പ്രൈസ് പോയിന്റിലേക്ക് OnePlus കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് OnePlus ബഡ്സ് 3യുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് കുലുക്കിയാലൊന്നും താഴെ വീഴില്ല. അപ്പോൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഡ്സ് 2 പ്രോയിൽ നിന്നുമൊക്കെ ഈ ഒരു ഗ്ലോസി ഫിനിഷ് ഏരിയ കുറച്ച് കൂടുതലാക്കി നൽകിയിരിക്കുന്നതായിട്ട് കാണാം. അതേസമയം ബഡ്സ് 2 പ്രോയിലൊക്കെ ഇവിടെ മാത്രമായിരുന്നു അത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ബഡ്സ് 2 പ്രോയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ സ്ക്യൂസിംഗ് ആയിരുന്നു, ടാപ്പ് ആയിരുന്നില്ല. എന്നാൽ ബഡ്സ് 3യിൽ നമുക്ക് ടച്ച് കൺട്രോളുകൾ ആണ് നൽകിയിരിക്കുന്നത്. ഈവൻ നമുക്ക് വോളിയം പോലും ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ കണക്ഷൻ അല്ലെങ്കിൽ ഡ്യുവൽ പെയർ മോഡാണ്. അതായത് ഒരേ സമയം 2 ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫീച്ചർ. അത് ഈ ഒരു ബഡ്സ് 3ക്ക് ഈ പ്രൈസ് പോയിന്റിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ്. അതും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു വലിയ നേട്ടമായിട്ട് ആ ഒരു ഫീച്ചറിനെ നമുക്ക് കാണേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു ഫിസിക്കൽ കീ ഉണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഗൂഗിൾ ഫാസ്റ്റ് പെയർ എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ഗൂഗിൾ ID പല ഫോണുകൾ, ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണത്തിന് 5 ഫോൺ ഉണ്ടെന്ന് കരുതട്ടെ, 5 ഫോണിനകത്ത് ഒരേ ഗൂഗിൾ ID ആണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. അതാത് ഫോണുകളിൽ കണക്ടിവിറ്റിക്കുള്ള പോപ്പപ്പ് കാണിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് 3 മൈക്കുകളാണ് ഓരോ ഇയർബഡിലും കൊടുത്തിരിക്കുന്നത്. നോയ്സ് ക്യാൻസലേഷനും അതുപോലെ നമ്മളുടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിനും ഒക്കെ ആണ് ഇത്തരത്തിൽ 3 മൈക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇൻ ഇയർബഡ് ആണ്, ചെവിക്ക് ഉള്ളിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി ഇരുന്നോളും. ഇങ്ങനൊന്നും കുലിക്കാലൊന്നും തെറിച്ചു പോകത്തൊന്നുമില്ല. ഈ ഒരു ഗ്ലോസി ഫിനിഷ് അകത്തേക്ക് നൽകിയിട്ടില്ല. കണ്ടില്ലേ, അകത്ത് ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെവിക്ക് അകത്തുനിന്ന് അങ്ങനെ തെന്നി വീഴില്ല. അതേസമയം ഇവിടെയൊക്കെ ഗ്ലോസി കൊടുത്തിരുന്നെങ്കിൽ കുളമായാണ്. എന്തായാലും അങ്ങനെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ജാസ് ഹൈറസ് ഓഡിയോ വയർലെസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ലേറ്റൻസി എന്ന് പറയുന്നത് 94 മില്ലി സെക്കൻഡ് ആണ് ഈ ഒരു ബഡ്സ് 3യിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വലും കേൾക്കുന്ന ശബ്ദവും തമ്മിലുള്ള ഡിലേ വളരെ കുറവായിരിക്കും എന്ന് പറയട്ടെ. അതുപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 2 ഡ്രൈവറുകളാണ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം വലിയ സ്പീക്കറുകൾ മേടിക്കുമ്പോൾ അതിനകത്ത് വൂഫർ കാണും, അതുപോലെ ട്വീറ്റർ കാണും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് 2 ഡ്രൈവറുകൾ കൊടുത്തിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 10.4 മില്ലിമീറ്റർ ഉള്ള ഒരു വൂഫറും 6 mm സൈസുള്ള ഒരു ട്വീറ്ററുമാണ് ഈ ഓരോ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്തും OnePlus നൽകിയിരിക്കുന്നത്. മാത്രമല്ല LHDC സപ്പോർട്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിലായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് അതുകൊണ്ട് തന്നെ നൽകുന്നത്. എന്ന് വെച്ചാൽ മറ്റ് ഫോണുകളിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി തീരെ മോശം എന്നർത്ഥമില്ല. എടുത്തു പറയേണ്ടത് ഇപ്പോൾ OnePlusന്റെ അടുത്ത് പുറത്തിറങ്ങിയ OnePlus 12R എന്ന് പറയുന്ന ഫോണാണ് ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐഫോണുമായിട്ടും പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ടും സൂപ്പർ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ OnePlus ഫോണുകളാണെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട, ഡയറക്റ്റ് നമുക്ക് പെയർ ചെയ്യാം. എന്നാൽ മറ്റ് ഫോണുകളാണെങ്കിൽ ഹേ മെലഡി എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് പെയർ ചെയ്യാൻ. ഇതിന്റെ കൂടുതൽ കസ്റ്റമൈസേഷൻ ആ ഒരു ആപ്പിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ OnePlus ഫോണുകളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ കാണാം. അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്പെറൻസി മോഡിലേക്ക് വരാം. ട്രാൻസ്പെറൻസി മോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് ഇട്ട് ഉപയോഗിച്ചാൽ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഹോൺ അടിക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാം. ഇത് നോയ്സ് ക്യാൻസലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ഫാനിന്റെ സൗണ്ടും അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റ് കട്ട് ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ തന്നെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. ഇപ്പോൾ സ്മാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ആ ഏത് എൻവയോൺമെന്റിലാണോ എന്നതിനെ അനുസരിച്ച് അതിന് അനുസൃതമായിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ തരും. മാക്സിമം കൊടുത്താൽ ഏറ്റവും ടോപ്പ് നോയ്സ് ക്യാൻസലേഷൻ തരും. മോഡറേറ്റ്, മൈൽഡ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് സൗണ്ട് ഈക്വലൈസർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൗണ്ട് ബാസ് കൂട്ടണോ അല്ലെങ്കിൽ ട്രബിൾ കൂട്ടണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈക്വലൈസർ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാസ് വേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബാസിനെ മാത്രമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ സാധിക്കും. അതുപോലെ തന്നെ ഗോൾഡൻ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ട്രൂ
വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ആ ഒരു കനാൽ ഏരിയയുടെ രീതി സ്കാൻ ചെയ്ത് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് സൗണ്ടിനെ കസ്റ്റമൈസ് തരും. അതുപോലെ ഹിയറിംഗ് ടെസ്റ്റ് നടത്തും. നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അനുയോജ്യമായ സൗണ്ട് നൽകും. അപ്പോൾ അതുപോലെ OnePlus 3D ഓഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് സാധാരണ സ്പേഷ്യൽ ഓഡിയോയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇത് നൽകും. അങ്ങനെ നിരവധി ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇയർബഡ് കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ ടച്ച് കൺട്രോളുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ലെഫ്റ്റ് ടാപ്പ് ചെയ്താൽ എന്ത് ചെയ്യണം, അതായത് സിംഗിൾ ടാപ്പ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പ് ചെയ്ത് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ടച്ച് കൺട്രോളുകളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഒന്നിലധികം ഫോണുകൾ കണക്ട് ചെയ്താൽ ഇതുപോലെ ഡ്യുവൽ കണക്ഷൻ ഇതുപോലെ കാണിക്കും. വേണ്ടാത്തതിനെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് പുതിയ ഡിവൈസുകളെ ആഡ് ചെയ്യാം. അറ്റ് എ ടൈം 2 ഡിവൈസുകൾ അതുപോലെ ഡ്യുവൽ കണക്ഷനിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഇയർബഡ് കൃത്യമായിട്ടാണോ ചെവിയിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇതിനകത്ത് ടെസ്റ്റ് നടത്തി ഏത് ഇയർബഡ് ആണ് ഫിറ്റ് അല്ലാതിരിക്കുന്നത് അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഇയർബഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇയർബഡ് കാണാതെ പോയാൽ ചെറിയ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് അത് എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സെറ്റിയുടെയൊക്കെ ഇടയ്ക്കൊക്കെ ഇത് വീണ് കിടന്നാൽ ഇത്തരം ഒരു സൗണ്ട് റിങ് ചെയ്യിച്ചുകൊണ്ട് ആ ഇയർബഡിനെ നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ USB Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരു IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് 40.8 ഗ്രാം ആണ്. ഓരോ ഇയർബഡിന്റെയും വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആണ്. വെറും 4.8 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മുടെ ചെവിയിൽ വെച്ചാലൊന്നും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ബുദ്ധിമുട്ടിക്കലുകളൊന്നും ചെയ്യുന്നില്ല. അത്രയും വെയിറ്റ് ഒന്നും ഇല്ല. ഇതിന്റെ കേസിനകത്ത് 520 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു. ഈ ഓരോ ബഡിനകത്തും 58 mAh വീതമുള്ള ബാറ്ററിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി നമുക്ക് 7 മണിക്കൂർ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഫുൾ ചാർജിൽ നമുക്ക് 10 മണിക്കൂർ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാം. ഇനി കേസ് കൂടി ഉണ്ടെങ്കിൽ 44 മണിക്കൂർ വരെ നമുക്ക് ഇതിന്റെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും ഒരുപാട് മികച്ച ഫീച്ചറുകൾ ഈ ഒരു പ്രൈസിൽ OnePlus Buds 3 എന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലൂടെ നൽകുന്നുണ്ട്. ആക്ച്വൽ വില എന്ന് പറയുന്നത് 5499 രൂപയാണ്. ചില പർട്ടിക്കുലർ ബാങ്കിന്റെ കാർഡ് വഴി പർച്ചേസ് ചെയ്താൽ വീണ്ടും 1000 രൂപ ഡിസ്കൗണ്ടിലൂടെ നമുക്ക് 4499 രൂപയ്ക്ക് നിലവിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. അപ്പോൾ ഓർക്കുക, പേരിൽ പ്രോ കളഞ്ഞതോടുകൂടി വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചറുകൾ മാത്രമാണ് ഇതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. അതൊന്നും എല്ലാവർക്കും വേണ്ടുന്ന ഒരു ഫീച്ചർ അല്ല. പക്ഷേ OnePlus നേരത്തെ പുറത്തിറക്കിയിരുന്ന OnePlus Buds Pro സീരീസിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും മറ്റ് ഫീച്ചറുകളും ലഭിക്കുന്നു ഏകദേശം പകുതി വിലയ്ക്ക് എന്നുള്ളതാണ് ഈ ഒരു OnePlus Buds 3യുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, OnePlus പുറത്തിറക്കിയ OnePlus 12ന്റെ ഒരു കളറിന് ഇക്വലന്റ് ആയിട്ടുള്ള കളറിലാണ് ഇവിടെ OnePlus Buds 3യും പുറത്തിറക്കിയിരിക്കുന്നത്. വേറെ കളറിലും ഉണ്ട്, പക്ഷേ നമുക്ക് വന്നത് ഈ ഒരു കളറാണ്.